പിന്നെ വേറൊരു കാര്യം നമുക്കിവിടെ നോക്കാനുള്ളത് ഈ റീറ്റെയിൻ വാളാണ്. റീറ്റെയിൻ വാൾ കോൺക്രീറ്റ് ആണ്. ഇവിടെ നമ്മൾ ഹോൾസ് കൊടുത്തിട്ടുള്ളത് കാണാം. ഇതേപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇപ്പുറത്ത് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ, ആ മണ്ണിൽ മഴക്കാലത്തൊക്കെ നന്നായിട്ട് വെള്ളം വരും. അത് ഡ്രെയിൻ ആവാനുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിൽ ഹോൾസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റീറ്റെയിൻ വാൾ ചെയ്യുന്ന പല ആളുകളും, കോൺക്രീറ്റ് റീറ്റെയിൻ വാളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് കൊടുക്കാതെ കാണുന്നുണ്ട്. അപ്പോൾ കൊടുക്കൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ ആ ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ മണ്ണും വെള്ളം കൂടിയൊക്കെ നിന്ന് ഭയങ്കരമായിട്ട് ലോഡ് അധികം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ റീറ്റെയിൻ വാളിനാണെങ്കിൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും, അത് പൊളിഞ്ഞ് വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹോൾസ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയും അത് നിങ്ങൾക്ക് കാണാം. ഈ സൈഡിലാണ് റീറ്റെയിൻ വാളിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, കാരണം അത്രയും സോയിൽ അവിടെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്.